ഓവർ സർ, അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അതായത് വികസിത കേരളം എന്ന അജണ്ട ലക്ഷ്യം നടപ്പിലാക്കണമെങ്കിൽ BJP അധികാരത്തിലെത്തണമല്ലോ, NDA അധികാരത്തിലെത്തണമല്ലോ. അടുത്ത 10 വർഷത്തിനിടയിൽ അത് നടക്കില്ല എന്നാണ് പറയുന്നത്. അഹങ്കാരത്തിൻ്റെ രാഷ്ട്രീയമല്ലേ ഇടത് വലത് മുന്നണികൾ ഇപ്പോഴും കളിക്കുന്നത്? കേരളത്തിൽ BJP 2% വോട്ട് കിട്ടിയെന്നൊരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. അതെ. പടിപ്പടിയായിട്ടത് ഉയർന്ന് 87 ആയപ്പോൾ 6.5%. പിന്നീടത് 9 പാർലമെൻറ്റിൽ കുറച്ച് കൂടുതൽ നേടാൻ തുടങ്ങി. പിന്നെ 11 12 പിന്നീട് NDA സഖ്യത്തിൽ 2016 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തന്നെ അത് 15% കഴിഞ്ഞ് 16 എത്തി. പിന്നീടത് പടിപ്പടിയായിട്ട് നിലനിർത്തി പാർലമെൻറ്റ് സീറ്റിൽ ഇത്തവണ 20 വരെ കൊണ്ടെത്തി. പാർലമെൻറ്റിലെ വോട്ടിംഗ് ശതമാനം പോലെ അസംബ്ലിയിൽ നിലനിർത്തുക കുറച്ച് ബുദ്ധിമുട്ടാണ് BJPക്ക്. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഘടനാ രീതികളിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് താഴെ തട്ടിൽ അണികളുണ്ടാവുകയും വാസ്തവത്തിൽ രാജീവൻ സർ നേതാക്കന്മാരെ സൃഷ്ടിക്കുകയല്ല വേണ്ടത്, അണികളെയും വോട്ടർമാരെയും സൃഷ്ടിക്കണം. നേതാക്കന്മാർ വേണം, പക്ഷേ നേതാക്കന്മാർ മാത്രം കൊണ്ടൊരു പാർട്ടിക്ക് വളരാൻ പറ്റില്ല. താഴെ തട്ടിൽ അണികളുണ്ടാകണം. അതോടൊപ്പം തന്നെ BJPക്കുള്ള വോട്ടർമാരും വരണം. ഇവിടെ സേനാപതി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് വസ്തുതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഡെമോഗ്രഫി തന്നെയാണ്. ഈ ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ന്യൂനപക്ഷം 45 അല്ല 47 മുകളിലുണ്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം നമ്മൾ പലപ്പോഴും ഇതിനകത്ത് പുറമേ കാണാത്ത എന്നാൽ കണക്കിനകത്ത് വരാത്തൊരു വിഭാഗമാണ് ദളിത് ക്രിസ്ത്യൻസ്. ആ വിഭാഗം ഷെഡ്യൂൾ കാസ്റ്റിലാണ് ഫോർമലി ആ കാറ്റഗറിയിൽ വരുന്നത്. ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഹിന്ദു വിഭാഗം എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ 10% ഉണ്ടെങ്കിൽ ആ 10%-നകത്ത് ദളിത് ക്രിസ്ത്യൻസ് എത്ര എന്നുള്ളത് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3% ആണെങ്കിൽ തന്നെ 45 എന്നുള്ളത് 48% മാറി. തീർച്ചയായിട്ടും അഥവാ ബാക്കിയുള്ള ക്രൈസ്തവ വിഭാഗത്തിനകത്ത് അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. മുസ്ലിം വിഭാഗം 27% ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ 27, 18, 3. അപ്പോൾ ഈ കണക്ക് 48% ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിലെ വോട്ടിംഗ് രീതി പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവിടുത്തെ ഡെമോഗ്രഫി മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് സേനാപതി പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്, ശക്തമായൊരു ന്യൂനപക്ഷം BJPക്ക് എതിരായിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ഷിഫ്റ്റ് ചെറുതായിട്ടെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വന്നു തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് സുരേഷ് ഗോപിയുടെ വലിയ വിജയം കാണിച്ചത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവിലും പഴയതുപോലെ ക്രൈസ്തവ വിഭാഗം BJP ഇപ്പോൾ എതിർക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം പ്രസക്തിയുള്ളതാണ്, എന്നാൽ വിവാദ വിഷയങ്ങളാണ്. ഉദാഹരണമായിട്ട് ഹിന്ദു പാർട്ടിയാണ് CPM എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 70%, 65% അങ്ങേയറ്റം കണക്ക് കൂട്ടിയാൽ CPMന് പോകുന്നത്. ഞങ്ങളുടെ തന്നെ പഴയ കാലത്ത് ഒരു 10 കൊല്ലം മുമ്പ് നടത്തിയ പഠനങ്ങളിൽ പോലും OBC വോട്ടിൻ്റെ ഒരു 65% ലെഫ്റ്റിന് പരമാവധി കിട്ടിയിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കുറയാനേ 60 കുറയാനേ 5%എങ്കിലും താഴോട്ട് വരാനേ സാധ്യതയുള്ളൂ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇടയ്ക്ക് മൈനോറിറ്റി പൊളിറ്റിക്സിലേക്ക് CPM വന്നതും മുസ്ലിം വോട്ടുകൾ പ്രീണിപ്പിക്കാൻ തുടങ്ങിയതും. അങ്ങനെ അപ്പോൾ ചുരുക്കത്തിൽ എല്ലായിടത്തും മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ വന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ ക്രൈസ്തവ വോട്ടിൽ തന്നെ ഒരു വിഭാഗം BJPയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുഭൂരിപക്ഷം UDFിൽ തന്നെയാണ്. മുസ്ലിം വിഭാഗത്തിനകത്ത് ഒരു വലിയൊരു ശതമാനം UDFിലാണ് വരുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് കണ്ടത്. അത് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് വലിയ മാറ്റം വരുമോ എന്നുള്ളത് കാണേണ്ടതാണ്. വഖഫ് ബോർഡിൻ്റെ വിവാദ വിഷയം ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ UDFിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹിന്ദു വിഭാഗത്തിനകത്ത് UDFിൻ്റെ വോട്ട് ഷെയർ കാര്യമായി കുറയില്ലേ ബാക്കി രണ്ടുപേരും ഇത് കൊണ്ടുപോയാൽ? അപ്പോൾ ഈ കണക്കുകൾ നമുക്ക് നോക്കുമ്പോൾ വളരെ ടു ഇയർലി ടു സേ. എന്നാലും ഇത് നമ്മൾ ഒരു രീതിയിൽ മുന്നോട്ട് ഒരു പെർഫെക്റ്റ് പ്രഡിക്ഷന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല ആൻറ്റി ഇൻകംബൻസി വോട്ടിൽ താനേ അങ്ങ് ജയിച്ചുകൊള്ളും എന്ന് UDF പണ്ട് വിചാരിച്ച പോലെ ഇപ്പോഴത് പറ്റില്ല. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, LDFിൻ്റെ നേതൃത്വം UDFിനെ അപേക്ഷിച്ച് വളരെ വളരെ ശക്തമാണ്. അവരുടെ അണികൾ LDFിൻ്റെ അണികൾ വളരെ ശക്തമായി LDFിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലൊരു പിന്തുണ UDFിൻ്റെ നേതൃത്വത്തിലുമില്ല, അണികളുടെ ഇടയിലുമില്ല. മുസ്ലിം ലീഗ് അല്ലാതെ UDF തിരിച്ച് അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏത് അല്ലെങ്കിൽ ഏത് മുന്നണിയാണ്, ഏത് പാർട്ടികളാണ്, കൊച്ചു പാർട്ടികളാണ് UDFിൻ്റെ കൂടെ ഉള്ളത്?
പിന്നെ കോൺഗ്രസിനകത്തുള്ള നേതൃത്വത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാത്രവുമല്ല BJP മറുവശത്ത് ആൻറ്റി ഇൻകംബൻസി വോട്ട് പിളർക്കുകയാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി വോട്ട് രണ്ടു പേർക്കും കൂടെ ചിതറിപ്പോകാനുള്ള എല്ലാ സാധ്യതയും കാണുമ്പോൾ LDFൻ്റെ വിജയസാധ്യത വീണ്ടും അവിടെ വർദ്ധിക്കുകയല്ലേ. അപ്പോൾ ഇതൊന്നും കാണാതെ പോകരുത്. ആൻറ്റി ഇൻകംബൻസി മാത്രം കൊണ്ട് ജയിക്കുന്നൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. അതുണ്ടായിരുന്നപ്പോഴാണ് 5 വർഷത്തിലൊരിക്കൽ LDF, UDF, LDF, UDF ഇങ്ങനെ മാറി മാറി വരുന്നതിൻ്റെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അന്ന് ഞങ്ങളൊക്കെ പറയുമായിരുന്നു, ഒരു ഗവൺമെൻറ്റിനെയും കേരളത്തിലെ ആൾക്കാർക്ക് 5 കൊല്ലത്തിനകം സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ മാറ്റം 2021 മാറി. 16 ശേഷം തുടർഭരണമുണ്ടായി. അപ്പോൾ വീണ്ടും തുടർഭരണം വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സാങ്കേതികപരമായിട്ട് ഇപ്പോഴും LDFന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജിൻ്റെ സിമ്പിൾ റീസണിങ് എന്ന് പറയുന്നത് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ സ്പ്ലിറ്റായി പോകുന്നു. ജനങ്ങൾ ചുമ്മാ അങ്ങ് UDFനെ ആൻറ്റി ഇൻകംബൻസി കൊണ്ട് ജയിപ്പിച്ചു കളയും എന്ന് വിചാരിക്കുന്നതും എനിക്ക് തോന്നുന്നു അത്ര ശരിയായൊരു യുക്തിഭദ്രമായൊരു ആർഗ്യുമെൻ്റാണ് എന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയം മാറി മാറിയിരിക്കുന്നു. BJPയുടെ വോട്ട് ഷെയർ 20% തന്നെ പ്രിസർവ് ചെയ്താൽ തീർച്ചയായിട്ടും BJPക്ക് അസംബ്ലിയിൽ 5 സീറ്റുകളെങ്കിലും കിട്ടാൻ സാധ്യതയോടെ എത്ര കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് എടുത്താലും. അങ്ങനെ വരുമ്പോൾ സീറ്റുകളുടെ എണ്ണവും വോട്ടിംഗ് ശതമാനം തമ്മിൽ താതാത്മ്യം വരില്ല. പക്ഷേ പാർലമെൻറ്റിൽ നേടിയതുപോലെ സുരേഷ് ഗോപിയെ പോലെയൊക്കെ കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ നിർത്തിയാൽ BJP തീർച്ചയായിട്ടും 5 മുതൽ 10 സീറ്റുകൾ നേടിയാൽ അങ്ങനെയാണല്ലോ ഒരു പാർട്ടി വളർന്ന് ആം ആദ്മി പാർട്ടി ആദ്യം എങ്ങനെയായിരുന്നു അതേപോലെ മാറ്റങ്ങൾ വരുന്ന ഓരോ പാർട്ടി അധികാരത്തിൽ വരുന്നത് ആദ്യമേ ഒരു വൻ ഭൂരിപക്ഷത്തിൽ വന്നല്ല, ഒരു സാധാരണ രീതിയിലുള്ളൊരു വളർച്ച. പക്ഷേ ആ വളർച്ചയ്ക്ക് ഒരുപാട് കാലഘട്ടം എടുത്തു. അതുകൊണ്ട് തന്നെ BJPക്ക് വളരാൻ പറ്റുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വസ്തുതയുണ്ട്, 30% എത്താതെ ഭൂരിപക്ഷം കിട്ടത്തില്ല. അത് പറഞ്ഞ വളരെ ശരിയാണ്. അങ്ങനെ 30%ലേക്ക് എത്തണമെങ്കിൽ ഈ 2 മുന്നണികളിൽ ഏതെങ്കിലും മുന്നണി ഇല്ലാതാകണം, അതല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണി കാര്യമായിട്ട് ശോഷിക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ പ്രഡിക്ഷൻ ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഒന്ന്, UDF അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2, BJPയുടെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPക്ക് ഉണ്ടായ ഒരു പോസിറ്റീവ് ഫാക്ടറുണ്ട്. ആ പോസിറ്റീവ് ഫാക്ടർ തീർച്ചയായിട്ടും BJPയുടെ അണികളെ ആവേശം കൊള്ളുന്നു, BJPയുടെ വോട്ടർമാർക്ക് പിന്തുണ നൽകുന്നുണ്ട്, ഇല്ലെങ്കിൽ പുതിയൊരു സാധ്യത കാണുന്നുണ്ട്. അദ്ദേഹം നൽകുന്ന ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നും പ്രായോഗിക യുവാക്കൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ ആവേശമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ അദ്ദേഹത്തിന് നേടിയ വലിയൊരു മുന്നേറ്റം കേവലം 15,000 വോട്ടിനല്ലേ തോറ്റുപോയത്. അപ്പോൾ അത് തന്നെ ഒരു 1-2 മണ്ഡലത്തിലുണ്ടായ ചോർച്ചയിലാണ് പറ്റിയത്. അപ്പോൾ ആ ചുരുക്കത്തിൽ നേതൃത്വത്തിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. അപ്പോൾ ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, അദ്ദേഹം തന്നെ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. മറുവശത്ത് UDFന് ഇപ്പോഴും ഒരു CM കാൻഡിഡേറ്റിനെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. BJPയെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് ആ ഭാഗത്തിൽ വലിയ സംശയം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അപ്പീൽ ശക്തിയായി. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാവരും ഒരുപോലെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷേ കൂടുതൽ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചാൽ, ഞാനത് ഇപ്പോഴേ അത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല, 1965 പോലെ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം വന്നുകൂടാതെ ഇല്ല. അങ്ങനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓരോ പാർട്ടി ഓരോ മുന്നണി ഇപ്പോൾ എന്തായാലും ബൈപോളാറിസം തകർന്നു, മൾട്ടി പോളാറായിട്ടുള്ളൊരു പൊളിറ്റിക്സിലേക്ക് പോകും. അതുകൊണ്ടാണല്ലോ 30% എന്നുള്ള കണക്ക് കിട്ടിയാലേ. പക്ഷേ 20-നടുത്ത് എത്തി. ഈ 20-25 വർദ്ധിപ്പിച്ചാൽ തന്നെ ത്രിശങ്കു സഭയുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടാവും. ഇറ്റ്സ് ടു ഏർലി ടു പ്രെഡിക്റ്റ് ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങും പാർട്ടികൾ തമ്മിൽ നടത്തുന്ന വ്യത്യാസം. ഇപ്പോൾ എന്തായാലും അടുത്ത ഒരു വർഷത്തിന് താഴെയുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് ഒരു വശത്ത് LDFും ഇപ്പോൾ BJPയും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ UDF ആണ് ഇനി രംഗത്തിറങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ രംഗത്തിറങ്ങുമ്പോൾ ആരെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? അതോടൊപ്പം നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണുവിനോട് ചോദിച്ചത്, അതെ, ഇടതുമുന്നണി തുടങ്ങി, പിന്നെ BJPയും തുടങ്ങി, പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി എന്താണ്? അല്ല, പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമല്ലേ BJPയും. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അഴിമതിയുണ്ട്, സാമ്പത്തിക ഭദ്രതയില്ല, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ചെറുപ്പക്കാരെല്ലാം നാളിട്ട് പോകുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യാൻ ഈ 2 പ്രതിപക്ഷ മുന്നണികൾക്കും കഴിയുന്നുണ്ടോ? അപ്പോൾ ചുരുക്കത്തിൽ ഈ പ്രസക്തി എങ്ങോട്ട് പോകുന്നു, കോമൺ ആയിട്ടുള്ള പ്രസക്തി എങ്ങോട്ട് പോകുന്നു. മാത്രമല്ല ഒരു കാര്യം ശക്തമാണ്, UDF
UDF-ഉം LDF-ഉം തമ്മിൽ പരമ്പരാഗത ശത്രുക്കളെ പോലെ നിൽക്കുന്നാൽ പോലും അവർക്കിനി ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് കൈമാറ്റം ചെയ്ത് BJPയെ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടുപേർക്കും വിജയം വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നേമത്ത് നടന്ന പോലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമത്ത് വന്ന് ഒരു കാര്യമില്ലാതെ മുരളീധരൻ വന്ന് നിന്ന് BJPയെ തോൽപ്പിച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ ഫലം ഇപ്പോൾ അദ്ദേഹം പരോക്ഷമായിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സിലേക്ക് UDF-ന് പോകാൻ റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം വിജയം നേടിയേ പറ്റൂ. ആ വിജയം നേടണം, ഇല്ലെങ്കിൽ 10 വർഷവും അധികാരത്തിലില്ലെങ്കിൽ പിന്നെ UDF-ൻ്റെ പിറകെ ആര് പോകും എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഫ്ലൂയിഡായിട്ടുള്ളൊരു പോരാട്ടമാണ് അല്ലേ? തീർച്ചയായിട്ടും. സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ BJP വളർച്ചയുടെ പാതയിലാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ക്ഷീണം കോൺഗ്രസിന് തന്നെയായിരിക്കില്ലേ? അല്ല, ഇതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. ആ പരമ്പര ഇപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ 18 ലോക്സഭാ സീറ്റുകൾ UDF-ന് എങ്ങനെ കിട്ടും? ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 18 സീറ്റ് ലോക്സഭാ സീറ്റ് UDF-നും 1 സീറ്റ് BJPക്കും 1 സീറ്റ് LDF-നും അല്ലേ കിട്ടിയത്. അപ്പോൾ BJPയുടെ വളർച്ച റെക്കോർഡ് ഗ്രോത്ത് അല്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നത്. അപ്പോൾ ലോക്സഭ ഒരു പാറ്റേൺ വേറെയാണ്. അസംബ്ലിയുടെ പാറ്റേൺ വരുമ്പോൾ ഈ പ്രശ്നത്തിനകത്ത് എനിക്ക് നമ്പേരോട് തിരിച്ചു പറയാനുള്ളത്, ഹിന്ദു വോട്ടാണ് BJP കൂടുതലും കൊണ്ടുപോകുമ്പോൾ അത് ഡാമേജ് ചെയ്യുന്നത് ലെഫ്റ്റിനല്ലേ, കോൺഗ്രസിനെ അല്ലല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ടുപേരിൽ ആരുടെ വോട്ടാണ് കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ചുരുക്കത്തിൽ പുതിയ തലമുറയിലെ വോട്ടേഴ്സ് UDF-ൻ്റെ LDF-ൻ്റെ അല്ല BJPയുടെ തനതായ വോട്ടുകളാണ് എന്ന് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് കൂട്ടരെയും ശോഷിപ്പിക്കുന്നു, രണ്ട് കൂട്ടരെയും ക്ഷീണിപ്പിക്കുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിലകത്ത് ഈ മണ്ഡലങ്ങളുടെ വ്യത്യാസം, ഇപ്പോൾ മലബാറിലുള്ള ഇടതുപക്ഷ കേന്ദ്രങ്ങളിലൊരു ശക്തി ദുർഗമായ ചില മേഖലകളുണ്ട്. അവിടെ ആ വോട്ട് ഷെയർ വളരെ ശക്തമായി നിൽക്കുമ്പോൾ അവിടെ കൂടുതൽ അഡ്വാൻസ് ചെയ്യാൻ UDF-ന് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും BJPയുടെ പ്രസൻസ് LDF-ന് ഗുണം ചെയ്യും. പക്ഷേ തെക്കോട്ട് വരുമ്പോൾ മറിച്ചുമാണ്. തെക്കോട്ട് വരുമ്പോൾ അത് UDF-ന് ഗുണം ചെയ്യും. അപ്പോൾ ഈ പൊളിറ്റിക്സാണ്. അതുകൊണ്ട് പരമ്പരാഗതമായി BJP വളർന്നാൽ അത് LDF-ന് ദോഷമാണ്, അല്ലെങ്കിൽ UDF-ന് ദോഷമാണ്. എൻ്റെ അഭിപ്രായം അത് രണ്ടുമല്ല. BJPയുടെ തന്നെ പുതിയ തലമുറയുടെ വോട്ടേഴ്സ് തനതായി വരുന്നത് കൊണ്ട് ഇവർ രണ്ടുപേർക്ക് ആർക്കാണ് ക്ഷീണം ചെയ്യുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം രണ്ട് കൂട്ടരുടെയും മധ്യത്തിൽ നിന്നോ അതിൽ നിന്ന് മാറി നിന്നോ വളരുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ BJPയെ കാണേണ്ടത്.